എത്രയോ പ്രാവശ്യം ഞാൻ നിന്നിൽ നിന്നകന്നു പോയി, അറിഞ്ഞും അല്ലാതെയും തിന്മകൾ ചെയ്തു പോയി. എങ്കിലും സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 10-ാം വാക്യം. യഹോവേ, നിനക്ക് തുല്യനാർ? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നുവെന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് ദുർബലരെ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ദാവീദിൻ്റെ സ്തുതിയും ഭയവും ഈ വാക്യത്തിൽ പ്രകടിപ്പിക്കുന്നു. ദാവീദിൻ്റെ സ്തുതിയുടെ ആഴവും സമ്പൂർണതയും ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദാവീദിൻ്റെ മുഴുവൻ അസ്തിത്വവും അവൻ്റെ ശരീരത്തിൻ്റെ കണ്ണ് വരെ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്നെപ്പോലെ ആരുണ്ട് എന്ന ചോദ്യത്തിലൂടെ ദൈവത്തിൻ്റെ അതുല്യവും താരതമ്യപ്പെടുത്തുവാൻ ആവാത്തതുമായ സ്വഭാവത്തെ ഊന്നിപ്പറയുകയും ദുർബലർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി ഇടപെടുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയും സന്നദ്ധതയും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ ദുർബലരുടെ ശക്തനും നീതിമാനുമായ സംരക്ഷകനായി ഏറ്റവും ശക്തരായ പീഡകരെ പോലും മറികടക്കുവാൻ കഴിയുന്ന ആളായി ദാവീദ് ഈ വാക്യത്തിൽ ഉയർത്തിക്കാണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ശക്തിമാനും നീതിമാനുമായ ദൈവം നമ്മുടെ സംരക്ഷകനായി ഉള്ളപ്പോൾ നാം എത്ര ദുർബലരായാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ നമ്മെ പ്രതികൂലതകൾ താങ്ങി വഴി നടത്തും. പ്രാർത്ഥിക്കാം. എൻ്റെ ബലഹീനതകളിൽ ബലപ്പെടുത്തുന്ന ദൈവിക സംരക്ഷണം തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.